ഇപ്പോൾ അർജുൻ ആയങ്കിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഇറക്കും. ഷഫീഖ് നസ്രുള്ള വിവരങ്ങളുമായി ചേരുന്നു. ഷഫീഖ്, ഇത് ഏത് പോലീസ് സ്റ്റേഷനാണ്? കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയുള്ളത്. അവിടെ നിന്ന് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അർജുൻ ആയങ്കിയെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഹാജരാക്കുന്നത്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ അർജുൻ ആയങ്കിയെ പുറത്തിറക്കും. അവിടെ നിന്ന് ഈ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ ആ കേസിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. ഇതിൽ മജിസ്ട്രേറ്റ് ജാമ്യം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ജാമ്യം ലഭിക്കാത്ത വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മറ്റൊരു കേസിൽ കൂടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അർജുൻ ആയങ്കിയുടെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇന്ന് പുലർച്ചയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തത്. ഇവിടെ വന്ന് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. ഇവിടുന്ന് എല്ലാ സജ്ജീകരണം പോലീസ് സ്റ്റേഷന് മുമ്പിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈബർ ക്രൈം പോലീസ് ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിൽ മുമ്പ് തന്നെ ഉള്ളിൽ തന്നെ ഇത് നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരിലെ അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിലാണ് ഈ അർജുൻ ആയങ്കി ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പുലർച്ചെ ഈ അപ്പാർട്ട്മെന്റിൽ സെർച്ച് വാറന്റുമായി എത്തിയ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കുറേ ദിവസങ്ങളായി പോലീസിനെ വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പോലീസിനെതിരെ രൂക്ഷമായ രൂപത്തിൽ വിമർശനം ഉന്നയിച്ച അർജുൻ ആയങ്കിയെ പിടികൂടാനാവാത്തത് പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. ഇന്നലെ അർജുൻ ആയങ്കി ഒരു ഓട്ടോറിക്ഷയിൽ കയറിയതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ലഭ്യമായ ഒരു നിർണായക മൊഴിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അർജുൻ ആയങ്കിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. അർജുൻ ആയങ്കി തന്റെ ഓട്ടോയിൽ കയറിയെന്ന വിവരമായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസിന് നൽകിയിരുന്നത്. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലും സിസിടിവി ദൃശ്യങ്ങളിലും അർജുൻ ആയങ്കി സഞ്ചരിച്ചിരുന്ന വഴികളും പരിശോധിച്ചപ്പോഴാണ് ഈ അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ അർജുൻ ആയങ്കി ഉണ്ട് എന്ന വിവരം പോലീസിന് വൈകുന്നേരത്തോടുകൂടി സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഈ വീട് സെർച്ച് ചെയ്യാനുള്ള വാറന്റ് അടക്കമുള്ള സജ്ജീകരിച്ചതിന് ശേഷം പുലർച്ചെയോടുകൂടി അർജുൻ ആയങ്കിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ പോലീസ് നേരത്തെ തന്നെ കരുതൽ തടങ്കിൽ വെച്ചിരുന്നു. ഏതെങ്കിലും സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുന്നുണ്ടോ, സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിന് ആ സമയത്തൊന്നും അർജുൻ ആയങ്കി എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചന പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീടും അർജുൻ ആയങ്കി പോലീസിനെതിരെ രൂക്ഷമായ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഉയർത്തിയിരുന്നത്. വലിയ വെല്ലുവിളി പോലീസിനെതിരെ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിനിടയിൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറി ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ ഈ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കണ്ണൂരിലുള്ള അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അർജുൻ ആയങ്കിയെ പിടികൂടിയത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അവിടെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ കണ്ണൂർ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഹാജരാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ ഈ കേസ് ആഭ്യന്തരമന്ത്രിയെ അടക്കം വെല്ലുവിളിക്കുന്ന സ്വഭാവത്തിൽ ഉള്ള കേസിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് സൈബർ പോലീസ് തന്നെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മറ്റൊരു കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കോതമംഗലം പോലീസും അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന SHOയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന രൂപത്തിലുള്ള കേസിൽ കോതമംഗലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ റിമാൻഡിൽ
ചെയ്തതിനു ശേഷം അവിടുന്ന് കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കും. ഏതായാലും ഇന്ന് അർജുന ആന്റിക്ക് ജാമ്യം ലഭിച്ചാൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായി ഉള്ളത്. പോലീസ് അർജുന ആന്റിയെ ഏത് വിധേനയും പൂട്ടാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. സൈബർ പോലീസ് തന്നെ ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെ കൂടുതൽ പോലീസ് കേസുകൾ ഉണ്ട്. എല്ലാ കേസുകളും അറസ്റ്റ് രേഖപ്പെടുത്തി അർജുന ആന്റിയെ പൂട്ടുക. നേരത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഈ ഗുണ്ടകൾക്ക് വിളയാടാൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്ന സ്വഭാവത്തിൽ അതിശക്തമായ നടപടി എടുക്കാൻ തന്നെയാണ് പോലീസിന് ലഭ്യമായ വിവരം.